വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് കേരള പാഠാവലി ആനുവൽ ഇവാലുവേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കറിയാം, ഫസ്റ്റ് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് റീഡ് ചെയ്ത് അതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാം പാരഗ്രാഫ്. മണ്ണിനും മനുഷ്യനും വേണ്ടി. മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ 3 പ്രാണവായു, വെള്ളം, ഭക്ഷണം. ഇവയെല്ലാം നമ്മുടെ ചുറ്റുപാടിലെ മണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു. മണ്ണ് ജീവനാണ്, കോടാനുകൂടി ജീവികളുടെ ആവാസസ്ഥാനമാണ്. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കൃഷി പരാജയമാകുന്നത്. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യനും ആരോഗ്യപ്രദാനം നൽകുന്നത്. മണ്ണിനെ കുറിച്ച് പഠിക്കാതെ നമുക്കിനി 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ആഹ്ലാദം നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം. ഓരോ വീട്ടുമുറ്റത്തും വേണം കൃഷി. സുഗതകുമാരി. അപ്പൊ സുഗതകുമാരിയുടെ മണ്ണിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. ഇനി എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ കൃഷി പലപ്പോഴും പരാജയമാകുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ കൃഷി പലപ്പോഴും പരാജയമാകുന്നതിന്റെ കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മണ്ണ് കോടാനുകോടി ജീവികളുടെ ആവാസസ്ഥാനമെന്ന് തിരിച്ചറിയാത്തത്. ബി, കോടാനുകോടി ജീവികളുടെ ആവാസസ്ഥാനമാണ് അത്. ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? ഓപ്ഷൻ സി, മണ്ണ്. ഇനി സി ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? പ്രാണവായു, കോൺക്രീറ്റ്, വെള്ളം, ഭക്ഷണം. ഏതാണ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാണവായു, പിന്നെ ഏതാണ്? വെള്ളം, ഭക്ഷണം. 1, 3, 4 അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ടി ക്വസ്റ്റ്യൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ്? മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതിനെ കുറിച്ച്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഖണ്ഡികയിലെ പ്രധാന സന്ദേശം എന്താണ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും ലാസ്റ്റ് ഒരു ലൈൻ ഉണ്ട്. എന്താ പറയണേ? ഓരോ വീട്ടുമുറ്റത്തും കൃഷി വേണം. ഓപ്ഷൻ ഡി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വർണ്ണന. ഇലത്തുമ്പുകളിൽ മഞ്ഞുതുള്ളികൾ തിളങ്ങുന്നു, എങ്ങും പുകമഞ്ഞ്, കുളിരുള്ള പ്രഭാതം. മഞ്ഞുകാലത്തെ മനോഹരമായ പ്രഭാതങ്ങളെ നിങ്ങൾ ആസ്വദിക്കാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ ഇത് നമ്മുടെ കാണിച്ചു തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് മഞ്ഞുകാലത്തെ കുറിച്ചാണ്. മഞ്ഞുതുള്ളികൾ തിളങ്ങുന്നതിനെ കുറിച്ച്, മഞ്ഞിനെ കുറിച്ചാണ് ഇതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലുമല്ല അതിനെക്കുറിച്ച്, അതായത് ഈ മഞ്ഞുകാലത്തെ കുറിച്ച് നിങ്ങളൊരു വർണ്ണന ഇതുപോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഞ്ഞുകാലത്തെ മനോഹരമായ പ്രഭാതങ്ങളെ, അതായത് പുലരിയെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പുകമഞ്ഞ് മൂടിക്കിടക്കുന്ന മഞ്ഞുകാലത്തെ മനോഹരമായ പ്രഭാതം, പുലരിയെ കുറിച്ചാണ് വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, പ്രസ്താവന 1, ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. പ്രസ്താവന 2, ഇടുക്കിയിലെ താജ്മഹൽ വെള്ളത്തൂവലിലാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇതിലേതാണ്? പ്രസ്താവന 1 ശരിയാണ്, ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ തെറ്റാണ്, ഇടുക്കിയിലെ താജ്മഹൽ വെള്ളത്തൂവലിലാണ്. ഇതിൽ അത് ശരിയാണോ? അല്ല. അപ്പോ എ ആണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 1 ശരി, 2 തെറ്റ്. ഇനി ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കാം. കാലി തന്നിട്ടുണ്ട്. മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ ഡോക്ടർ ബിബിന് തോന്നി. കാരണം 100 കണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബി പുറം ലോകത്തെ പറ്റി മറന്നുപോയി. ഇതില് കാര്യവും കാരണവും ശരിയാണ്. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത മൂന്നാമത്തേത് കഥാപാത്ര പരിചയമാണ്. അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കഥയിലെ പുഴയുടെ പ്രത്യേകതകളും സ്വഭാവവും വിശദീകരിച്ച് കഥാപാത്ര പരിചയം തയ്യാറാക്കുക. അപ്പൊ ഏതിനെ കുറിച്ചാണ് നമ്മൾ കഥാപാത്രമായിട്ട് എഴുതേണ്ടത്? ഇത് പുഴയുടെ പ്രത്യേകതകളും അതിന്റെ സ്വഭാവവും വിശദീകരിച്ചിട്ടാണ് കഥാപാത്രമായിട്ട്. അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. ഡാലിയമ്മൂമ്മയും പുഴയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അല്ലെ. അപ്പൊ ഈ കഥയിലെ പുഴ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കഥാപാത്ര പരിചയം. അതിപ്പോ അത് ആരുടെ കഥയാണ്, ഏത് കഥയിൽ നിന്ന് എടുത്തതാണ്, ആരാണ് അത് എഴുതിയത്, അതിലെ കഥാപാത്രങ്ങൾ വേറെ ആരൊക്കെയാണ്, ഈ പുഴയ്ക്ക് ഇതിലുള്ള പ്രത്യേകത, ഈ കഥയിലുള്ള പ്രാധാന്യം എന്താണ്, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റ ചാട്ടം ചാടി.
പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും പുഴയെ കൈവിടാൻ ഡാലിയമ്മയ്ക്ക് ആവുന്നില്ല. പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. പാഠഭാഗത്തെ ആശയങ്ങളും സ്വന്തം അഭിപ്രായങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ പുഴയുടെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ ഈ കഥയിലെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ നിങ്ങളുടെ സ്വന്തം അഭിപ്രായമൊക്കെ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയേണ്ടത്. പുഴ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമല്ല. പക്ഷെ പുഴയെ നമ്മളെല്ലാവരും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷെ പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്, നശിപ്പിച്ചുകൊണ്ടല്ല. അപ്പോൾ നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ, ഈ ഡാലിയമ്മയുടെയും പുഴയുടെ ഈ ചാപ്റ്ററിലെ ആശയങ്ങളും നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളും വിശകലനം ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അമ്മ അതിമനോഹരവും വിവരിക്കാനാവാത്തതുമായ ഒരു അനുഭവമാണ്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് സ്വന്തം അമ്മയെക്കുറിച്ചോ അമ്മയ്ക്ക് തുല്യം സ്നേഹിക്കുന്നവരെ കുറിച്ചോ ഒരു സ്നേഹാനുഭവം എഴുതി തയ്യാറാക്കുക. ഇത് നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത്. എന്താണ്, നിങ്ങളുടെ സ്വന്തം അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മയ്ക്ക് തുല്യം നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലേക്ക് കുറിച്ചോ എന്താണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു സ്നേഹാനുഭവം എഴുതി തയ്യാറാക്കാനാണ്. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു സ്നേഹാനുഭവം, സന്തോഷം ഉണ്ടാക്കിയ ഒരു നിമിഷത്തെക്കുറിച്ച് എഴുതി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പാരിടം ഒന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിൽ ഈ വരികളുടെ ആശയം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികളിലും എല്ലാ മനുഷ്യരും തുല്യരാണെന്ന സന്ദേശമുണ്ടല്ലോ. എല്ലാവരും ഒരുമയുടെ കഴിയുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ആദ്യം പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിൽ എന്താ പറയുന്നത്? പാരിടം ഒന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം. എന്താണ്, നമ്മള് എല്ലാവരും എല്ലായിടത്തും ഒന്നായി കാണണം. അങ്ങനെ ഒന്നായി കാണും നേട്ടം എന്തായിരിക്കും? നമ്മുടെ ഒരു കൊച്ചു പട്ടത്തിന് പോലും എന്താണ് വാനിൽ പാറാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ മാവേലി വാണിടും കാലം മനുഷ്യരെല്ലാവരും എന്തായിരുന്നു? ഒരുപോലെയായിരുന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിദ്വേഷമോ പരാതിയോ പരിഭവമോ, എല്ലാവരും ഒരുപോലെയായിരുന്നു. എല്ലാ മനുഷ്യരും തുല്യരായിരുന്നു. അപ്പോൾ ഈ ഒത്തൊരുമയോടെ കഴിയണം. രണ്ട് കവിതയിലും പറയുന്നത് ഒത്തൊരുമയോടെ നമ്മൾ കഴിയണം. അതിന് ചെറിയൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്? ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്ന് പറയില്ലേ എന്ന പോലെ നമുക്ക് ഒരുമ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒരുമയോടെ കഴിയുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. ഒരുമയോടെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എന്ത് നേട്ടവും കൈവരിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ സാങ്കല്പിക യാത്ര. ഉറക്കമുണർന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഒരു കൊച്ചു വെൺമേഘം ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. വരുന്നു ആകാശത്തിലൂടെ, ഒരു യാത്ര നടത്തി തിരികെ വരാം. എന്ത് രസമായിരിക്കും അല്ലേ? ആകാശയാത്രയുടെ അനുഭവങ്ങൾ സങ്കല്പിച്ച് എഴുതുക. അപ്പൊ നിങ്ങളൊരു ആകാശയാത്ര പോയതിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ച് എഴുതുക. അപ്പൊ എന്തൊക്കെയായിരിക്കും? മേഘത്തിന്റെ പുറത്തിരുന്ന് നിങ്ങൾ ആകാശയാത്ര നടത്തുന്നു. അപ്പൊ ആകാശത്ത് എന്താണ്, കുറെ മഞ്ഞ് പൊഴിച്ച അല്ലെങ്കിൽ എന്താണ് പുകമഞ്ഞ് പോലെ മേഘങ്ങളെ കാണുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു, രാത്രിയാകുമ്പോൾ ചന്ദ്രനെ കാണുന്നു, കുറെ പക്ഷികൾ എന്താണ് അതിലൂടെ പാറി നടക്കുന്നു. അപ്പോൾ മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ എല്ലാം ചെറിയ ചെറിയ രീതിയിൽ പോലെ നിങ്ങൾ കാണുന്നു എന്നൊക്കെ നിങ്ങൾ സങ്കല്പിച്ച് ഏതൊക്കെ രീതിയിലാണ് അത് കാണുന്നത് എന്നുള്ളത് സങ്കല്പിച്ച് ഒരു അനുഭവം, സാങ്കല്പിക യാത്ര, ആ അനുഭവങ്ങളെ സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആറാമത്തെ സംഭാഷണം തയ്യാറാക്കാനാണ്. കളിച്ചു ക്ഷീണിച്ചപ്പോൾ മനു മരച്ചുവട്ടിലിരുന്നു. ആരോ ചില്ല കൈകൾ കൊണ്ട് തൊട്ടു വിളിച്ചു. നോക്കുമ്പോൾ നിറയെ പൂക്കളുള്ള വാഗമരം. മനു അതിശയത്തോടെ നോക്കി. വാഗമരം ചിരിയോടെ മനുവിനോട് സംസാരിച്ചു തുടങ്ങി. അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം തയ്യാറാക്കുക. അപ്പൊ കുറഞ്ഞത് 5 സംഭാഷണങ്ങളിലും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കളിച്ച് ക്ഷീണിച്ചപ്പോഴാണ് മനു മരച്ചുവട്ടിലിരുന്നത്. അപ്പോൾ എന്താണ് വാഗമരമാണ് എന്ത് ചെയ്യുന്നത്, മനുവിനെ വിളിക്കുന്നത്. അപ്പൊ മനു എന്താ വാഗമരത്തോട് എന്തായിരിക്കും, നീ വാഗമരമേ നീ സംസാരിക്കുമോ എന്ന് ചോദിക്കുക. അപ്പൊ വാഗമരം എന്താ പറയും, എനിക്ക് സംസാരിക്കാൻ കഴിയും. എന്നെ എന്താണ് എൻ്റെ അടുത്ത് വളരെ കുറച്ച് പേരെ ഇങ്ങനെ വന്ന് ഇരിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവർക്കുള്ള ഉത്തരങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.